Schizophrenia is a psychotic condition characterized by disturbance in thinking, emotion, volitions, and faculties in the presence of clear consciousness, which usually leads to social withdrawal. ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോട്ടിക് കണ്ടീഷനാണ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിസ്റ്റർബൻസ് ഇൻ തിങ്കിങ്, ഇമോഷൻ, വോളിഷൻ ആൻഡ് ഫാക്കൽറ്റീസ് ഇൻ ദി പ്രസൻസ് ഓഫ് ക്ലിയർ കോൺഷ്യസ്നെസ് ഉണ്ടാകും which usually leads to socially withdrawal സംഭവിക്കും. ഷിസോഫ്രീനിയ ക്ലാസിഫിക്കേഷൻ ICD-10 പ്രകാരമാണ് F20ലാണ് ഷിസോഫ്രീനിയ വരുന്നത്. F20.0 പാരനോയിഡ് ഷിസോഫ്രീനിയ, പിന്നെ ഹെബിഫ്രേനിക് ഷിസോഫ്രീനിയ, കാറ്ററ്റോണിക് ഷിസോഫ്രീനിയ, അൺഡിഫറൻഷിയേറ്റഡ് ഷിസോഫ്രീനിയ, പോസ്റ്റ് ഷിസോഫ്രീനിക് ഡിപ്രഷൻ, റെസിജ്വൽ ഷിസോഫ്രീനിയ, ലാസ്റ്റ് സിമ്പിൾ ഷിസോഫ്രീനിയ. ഇനി F21 ഒരു ഷീസോ ടൈപ്പൽ ഡിസോർഡർ കൂടിയുണ്ട് കേട്ടോ. ഷിസോഫ്രീനിയയുടെ എത്തിയോളജി, ഇത് ഒരുപാട് ഫാക്ടേഴ്സ് കാരണമാണ് ഷിസോഫ്രീനിയ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു തിയറി കൊണ്ട് നമുക്ക് ഒരിക്കലും ഷിസോഫ്രീനിയ എന്ന ഡിസോർഡറിൻ്റെ എത്തിയോളജീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ എത്തിയോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ബയോളജിക്കൽ തിയറീസ് ഉണ്ട്, സൈക്കോ ഡൈനാമിക് തിയറീസ് ഉണ്ട്, വൾനറബിലിറ്റി സ്ട്രെസ് മോഡൽ ഉണ്ട്, പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ബയോളജിക്കൽ തിയറീസ്. ബയോളജിക്കൽ തിയറീസിൽ വരുന്നതാണ് ബയോകെമിക്കൽ തിയറീസ്, ന്യൂറോ സ്ട്രക്ചറൽ തിയറീസ്, ജനറ്റിക്, പെരിനാച്ചുറൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് അതർ തിയറീസ്. ബയോകെമിക്കൽ തിയറീസിൽ ഒന്നാമത് വരുന്നതാണ് ഡോപ്പാമിൻ ഹൈപ്പോതെസിസ്. ഇതിൽ തിയറി സജസ്റ്റ് ദാറ്റ് ആൻ എക്സസ് ഓഫ് ഡോപ്പാമിൻ ഡിപ്പെൻഡൻറ്റ് ന്യൂറോണൽ ആക്ടിവിറ്റി ഇൻ ദി ബ്രെയിൻ മേ കോസ് ഷിസോഫ്രീനിയ. ഡോപ്പാമിൻ ഡിപ്പെൻഡൻറ്റ് ന്യൂറോണൽ ആക്ടിവിറ്റി എക്സസ് ആയിട്ട് ബ്രെയിനിൽ നടന്നാൽ ഷിസോഫ്രീനിയ ഉണ്ടാകും. അതിലടുത്തത് അതർ ബയോകെമിക്കൽ ഹൈപ്പോതെസിസ്. ഇതിൽ മറ്റുള്ള ചില ബയോകെമിക്കൽസിൻ്റെ അബ്നോർമാലിറ്റി കാരണം ഷിസോഫ്രീനിയ ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നോർഎപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, അസറ്റൈൽ കോളൈൻ, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, എൻഡോർഫിൻ പോലുള്ള ന്യൂറോ റെഗുലേറ്റേഴ്സിൻ്റെയും അബ്നോർമാലിറ്റി കാരണം ഷിസോഫ്രീനിയ ഉണ്ടായേക്കാം. അടുത്തത് ന്യൂറോ സ്ട്രക്ചറൽ തിയറീസ് ആണ്. ഷിസോഫ്രീനിയ ഉള്ള ആൾക്കാരുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സും ലിംബിക് കോർട്ടക്സും ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. കൺസാഗ്യുനസ് മാരേജിൽ ജനിച്ച കുട്ടികൾക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഏതെങ്കിലും ഷിസോഫ്രീനിയുള്ള റിലേറ്റീവ്സ് ഉള്ളവർക്കും ജനറൽ പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഷിസോഫ്രീനിയ വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് പെരിനാറ്റൽ അല്ലെങ്കിൽ പ്രീനാറ്റൽ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഷിസോഫ്രീനിയ ആണ്. മെറ്റേണൽ ഇൻഫ്ലുവൻസ, ബർത്ത് ഡ്യൂറിങ് ലേറ്റ് വിൻ്റർ അല്ലെങ്കിൽ ഏർലി സ്പ്രിങ്, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ്, ലേബറിൻ്റെ ടൈമിലോ ഡെലിവറിൻ്റെ ടൈമിലോ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. അടുത്തത് സൈക്കോ ഡൈനാമിക് തിയറീസ് ആണ്. അതിൽ വരുന്നതാണ് ഡെവലപ്മെൻറ്റൽ തിയറീസ്. ഇത് ഫ്രൂഡ് ഡിനയൽ, പ്രൊജക്ഷൻ, റിയാക്ഷൻ ഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് ഓറൽ സ്റ്റേജ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഓറൽ സ്റ്റേജിലേക്ക് ഒരു റിഗ്രഷൻ ഉണ്ടാകും. ദി ഇൻഡിവിജ്വൽ ഹാവ് പുവർ ഈഗോ ബൗണ്ടറീസ്, ഫ്രജൈൽ ഈഗോ, ഇൻഅഡിക്വേറ്റ് ഈഗോ ഡെവലപ്മെൻറ്റ്, സൂപ്പർ ഈഗോ ഡോമിനൻസ്, റിഗ്രസ്ഡ് ഇഡ് ബിഹേവിയർ, ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്സ് ആൻഡ് അറസ്റ്റഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. സൈക്കോ ഡൈനാമിക് തിയറീസിൽ വരുന്ന അടുത്താണ് ഫാമിലി തിയറീസ്. അതിൽ ഫസ്റ്റ് മദർ ചൈൽഡ് റിലേഷൻഷിപ്പാണ്. ഷിസോഫ്രീനിയ പേഷ്യൻസിൻ്റെ മദേഴ്സ് കോൾഡ് ഓവർ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡോമിനേറ്റിംഗ് നേച്ചർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികളിൽ ഈഗോ ഡെവലപ്മെൻറ്റിനെ റിട്ടാർഡ് ചെയ്യും. ഡിസ്ഫങ്ഷണൽ ഫാമിലി സിസ്റ്റവും ഡബിൾ ബ്ലൈൻഡ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ ഒരു ഷിസോഫ്രീനിയക്ക് കാരണമാകുന്നുണ്ട്. അടുത്തത് വൾനറബിലിറ്റി സ്ട്രെസ് മോഡലാണ്. ഈ ഒരു മോഡൽ പ്രകാരം ഷിസോഫ്രീനിയക്ക് പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ലൈഫിലെ സ്ട്രെസ്സേഴ്സ് ഒഴിവാക്കിയാൽ അവർക്ക് സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ ഒരു വൾനറബിലിറ്റി ഉള്ള മറ്റൊരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു സ്ട്രെസ്സേഴ്സായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഷിസോഫ്രീനിയക്ക് കീഴടങ്ങും. സോഷ്യൽ മൊബിലിറ്റി കൂടുതലുള്ള, ഡിസോർഗനൈസേഷൻ കൂടുതലുള്ള സൊസൈറ്റീസിൽ ഷിസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്, മോർ പ്രിവൈലൻ്റ് ആണ്. സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻസിലൂടെ കടന്നു പോകുന്ന പ്രീഡിസ്പോസ്ഡ് ഇൻഡിവിജ്വൽസിൽ ഷിസോഫ്രീനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. സൈക്കോപാത്തോളജി ഓഫ് ഷിസോഫ്രീനിയ ഫസ്റ്റത്തെ സ്ട്രാൻസ്കിയുടേത് ഇൻട്രാസൈക്കോട്ടിക് അറ്റാക്സിയാണ് ബേസിക് സിംറ്റമായിട്ട് കണക്കാക്കിയത് ഷിസോഫ്രീനിയയുടേത്. പിന്നെ ഇതിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഇമോഷനും തിങ്കിങ്ങുമാണ്. ഇമോഷനും തിങ്കിങ്ങും തമ്മിലുള്ള ലാക്ക് ഓഫ് കോർഡിനേഷൻ. അടുത്തത് ബ്ലൂറിൻ്റെ ആണ്, BLEULER. ഓക്കെ, അപ്പോൾ ആദ്യം നടക്കുന്നത് ലൂസനിങ് ഓഫ് അസോസിയേഷൻ ഓഫ് ഐഡിയാസ്. ഇതിനെ ഫോളോ ചെയ്തിട്ട് ഡിസയേർഡ് ആൻഡ് അൺകോൺഷ്യസ് വിഷസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. അതിനുശേഷം ഇത് കൂടുതൽ ശക്തിപ്പെട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ ലൈഫിനെയും ബിഹേവിയറിനെയും സ്വഭാവത്തെയും ഭരിക്കാൻ തുടങ്ങും.
ഇത് പേഷ്യൻറ്റിൻ്റെ പേഴ്സണാലിറ്റീനെ നശിപ്പിച്ച് കളയും. എന്നിട്ട് പേഷ്യൻറ്റിനെ റിയാലിറ്റിയിൽ നിന്ന്, അതായത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വിഡ്രോ ചെയ്യിപ്പിക്കും. ബ്ലറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി സിംറ്റംസ് എന്ന് പറയുന്നത് വീക്കനിങ് ഓഫ് വിൽ പവർ, ഇമോഷണൽ സ്റ്റിഫ്നെസ്, ഫ്ലാറ്റനിങ് ആൻഡ് ആംബിവാലൻസ് ആണ്. അതിനുശേഷം ഈ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, കാറ്ററ്റോണിക് സിംറ്റംസ് ഒക്കെ സെക്കൻഡറി സിംറ്റംസ്. അടുത്തത് ബേഴ്സൈഡേ ആണ്. ബേഴ്സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക് ഡാമേജ് കാരണം ഉണ്ടാകുന്ന ഇൻസഫിഷ്യൻറ്റും താഴ്ന്നതുമായിട്ടുള്ള സൈക്കിക് ആക്ടിവിറ്റിയാണ് ഷിസോഫ്രീനിയയുടെ ഫസ്റ്റ് സിംറ്റം. ഈ താഴ്ന്ന മെൻ്റൽ ആക്ടിവിറ്റി എന്താണ് സത്യം, എന്താണ് കള്ളം, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് വിദ്യ എന്ന് പേഷ്യൻറ്റിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കുന്നത്. ഇത് ഡെല്യൂഷണൽ ബിഹേവിയറിനും തിങ്കിങ്ങിനും കാരണമാകുന്നത്. അടുത്തത് മെഗേഡെ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനാഡിക്വേറ്റ് ഈഗോ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്ന ജനറ്റിക് പ്രീഡിസ്പോസിഷനും ഫാമിലി ഇൻഫ്ലുവൻസും പേഷ്യൻറ്റിനെ എന്താണ് റിയാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഇത് ഷിസോഫ്രീനിയയ്ക്ക് കാരണമാകുകയും. അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഷിസോഫ്രീനിയ. ആദ്യത്തത് ബ്ലർ നോട്ടീസ് ചെയ്ത 4 A's ആണ്, 4 A സിംറ്റംസ്. അതിൽ ആദ്യത്തെയാണ് അസോസിയേറ്റീവ് ലൂസനിങ്, എഫക്റ്റീവ് ഡിസ്റ്റർബൻസസ്, ഓട്ടിസ്റ്റിക് തിങ്കിങ് ആൻഡ് ആംബിവാലൻസ്. അസോസിയേറ്റീവ് ലൂസിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളോടോ മറ്റൊരു സാധനത്തോടോ മറ്റൊരു ഇൻസിഡൻറ്റിനോടോ 2 വ്യത്യസ്തമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡൊക്കെ തോന്നുന്നത്. എഫക്റ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ഷോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ പേഴ്സണിന് തന്നെ മറ്റുള്ളവരോടും എൻവയോൺമെൻറ്റിനോടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സ്നൈഡർ പ്രൊപ്പോസ് ചെയ്തതാണ്. സ്നൈഡേഴ്സ് ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് ഓഫ് ഷിസോഫ്രീനിയ SF-RS ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നതാണ് തോട്ട് എക്കോ, തോട്ട് വിഡ്രോവൽ, തോട്ട് ഇൻസേർഷൻ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, പിന്നെ മേഡ് വൊളിഷൻ, മേഡ് ഇമ്പൾസസ്, മേഡ് ഫീലിംഗ്, പിന്നെ ഡെല്യൂഷണൽ പെർസെപ്ഷൻ, സൊമാറ്റിക് പാസിവിറ്റി, പിന്നെ ഹാലൂസിനേറ്ററി വോയിസസ് ഇൻ ദി ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്ലൈ, പിന്നെ ഹാലൂസിനേറ്ററി വോയിസസ് ഇൻ ദി ഫോം ഓഫ് റണ്ണിംഗ് കമന്ററി. ഡെല്യൂഷണൽ പെർസെപ്ഷനും സൊമാറ്റിക് പാസിവിറ്റിയും. ഇനി ഷിസോഫ്രീനിയൊക്കെ പോസിറ്റീവും നെഗറ്റീവും സിംറ്റംസ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോർമലിനെയും കാട്ടി എല്ലാം കൂടുതലായിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോർമലിനെയും കാട്ടി എല്ലാം കുറവായിരിക്കും. പോസിറ്റീവ് സിംറ്റംസിന്റെ കോഡാണ് DASP, DHEASP. ഓക്കെ, ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, എക്സൈറ്റ്മെന്റ്, അഗ്രസീവ് ബിഹേവിയർ, സസ്പീഷ്യസ്നെസ്, പോസിബിൾ സൂയിസൈഡൽ ടെൻഡൻസീസ്. നെഗറ്റീവ് സിംറ്റമിൻ്റെ കോഡ് 4AB. ഓക്കെ, അപ്പോൾ മിക്സ് ആക്കിയാൽ DASP കമ്മിങ് 4AB. ഓക്കെ, അപ്പോൾ 4ABൻ്റെ നോക്കാം. 4Aയും 1Bയും. B ബ്ലണ്ടിങ്, A എന്ന് പറഞ്ഞാൽ എവോല്യൂഷൻ, എലോഗിയ, ആൻഹെഡോണിയ, അറ്റൻഷൻ ഇമ്പയർമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്, ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട്. ഫസ്റ്റ് തോട്ട് ആൻഡ് സ്പീച്ച് ഡിസോർഡേഴ്സ് ആണ്. അതിൽ വരുന്നതാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ്, ലൂസണിങ് ഓഫ് അസോസിയേഷൻ, തോട്ട് ബ്ലോക്കിങ്, നിയോലോഗിസം എന്ന് പറഞ്ഞാൽ പുതിയ വേർഡ്സ് യൂസ് ചെയ്യുക, പിന്നെ പോവേർട്ടി ഓഫ് സ്പീച്ച്, പോവേർട്ടി ഓഫ് ഐഡിയേഷൻ, പിന്നെ എക്കോലേലിയ, പെർസിവേഷൻ, വെർബിജുവേഷൻ, പിന്നെ പലതരം ഡെല്യൂഷൻസ്, ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, പിന്നെ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ, പിന്നെ ഡെല്യൂഷൻ ഓഫ് റെഫറൻസ്, പിന്നെ ഡെല്യൂഷൻ ഓഫ് കൺട്രോൾ. ഇനി അടുത്ത സെഗ്മെന്റ് ഡിസോർഡേഴ്സ് ഓഫ് പെർസെപ്ഷൻ വരുന്നതാണ്. ഓഡിറ്ററി ഹാലൂസിനേഷനും വിഷ്വൽ ഹാലൂസിനേഷനും. വിഷ്വൽ ഹാലൂസിനേഷൻ ഓഡിറ്ററി ഹാലൂസിനേഷൻ്റെ കൂടെ വരും. അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് എഫക്റ്റ് ആണ്. എപ്പത്തി വരുന്നുണ്ട്. അതിൽ ഇമോഷണൽ ഷാലോനെസ്, ഇമോഷണൽ ബ്ലണ്ടിങ്, ആൻഹെഡോണിയ, ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷണൽ റെസ്പോൺസ്. ഇനി മോട്ടോ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ആയിരിക്കും. സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ്, മാനറിസം, ഗ്രിമേസിങ്, സ്റ്റീരിയോ ടൈപ്സ്, ഡിക്രീസ്ഡ് സെൽഫ് കെയർ ആൻഡ് പുവർ ഗ്രൂമിംഗ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. മറ്റുള്ള കോമൺ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ലോസ് ഓഫ് ഈഗോ ബൗണ്ടറീസ്, ലോസ് ഓഫ് ഇൻസൈറ്റ്, പുവർ ജഡ്ജ്മെൻറ്റ്, സൂയിസൈഡ്, അങ്ങനെയൊക്കെ. ഇനി വരുന്നത് ക്ലിനിക്കൽ ടൈപ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് നോക്കിയ ആ ക്ലാസിഫിക്കേഷൻ, അതിൽ കാറ്ററ്റോണിക്കും പാരനോയിഡ് ഷിസോഫ്രീനിയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഡയഗ്നോസിസ് ഓഫ് ഷിസോഫ്രീനിയയിൽ വരുന്നതാണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും പിന്നെ ഹിസ്റ്ററി കളക്ഷൻ, സൈക്കാട്രിക് ഹിസ്റ്ററി കളക്ഷൻ, പിന്നെ വരുന്നതാണ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡയഗ്നോസിസ്. ICD-10 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒഫീഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുക എന്ന് വെച്ചാൽ താഴെ പറയുന്ന 5 സിംറ്റംസിൽ 2 സിംറ്റംസ് പ്രസൻ്റ് ആയിരിക്കണം. അതിൽ ഒരു സിംറ്റം താഴെ പറയുന്ന 3 എണ്ണത്തിൽ ഒന്നായിരിക്കണം. ആ 3 എണ്ണമാണ് ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. ബാക്കിയുള്ളതാണ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, കാറ്ററ്റോണിക് ബിഹേവിയർ, നെഗറ്റീവ് സിംറ്റംസ്. വേണ്ടെങ്കിൽ ഈ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൽ ഏതെങ്കിലും 2 ആയാലും മതി, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തായാലും ഒന്ന് വേണം. ഡയഗ്നോസിസിന് കൊഗ്നിറ്റീവ് സിംറ്റംസ് ആവശ്യമില്ല. പിന്നെ ഈ സയൻസ് 6 മാസത്തോളം കണ്ടിന്യൂ ചെയ്യണം.
പിന്നെ ഈ സിംറ്റംസ് ഒന്നും മറ്റൊരു കണ്ടീഷൻ കൊണ്ട് ആകാൻ പാടില്ല, ലൈക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ആകാൻ പാടില്ല. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് 4 ടൈപ്പിൽ വരുന്നുണ്ട്: ഫാർമക്കോ തെറാപ്പി, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, സൈക്കോളജിക്കൽ തെറാപ്പീസ് ആൻഡ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ. അക്യൂട്ട് എപ്പിസോഡ്സ് ഒക്കെ ആൻറ്റിസൈക്കോട്ടിക്സിനോട് നല്ലോണം റെസ്പോണ്ട് ചെയ്യും. ഇപ്പോഴും കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക്സ് അധികം യൂസ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സും പിന്നെ പാർഷ്യൽ എഫിഷ്യൻസി ഒക്കെ കാരണമാണ്. ഇപ്പോഴേ എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ എക്സാമ്പിളാണ് ക്ലോപ്ട്രോമാസിൻ, ട്രൈഫ്ലൂ, ഒപ്പറാസിൻ, ഹാലോപെരിഡോൾ, ഫ്ലൂഫെനാസിൻ, ഡിക്കാനോയേറ്റ് ഒക്കെ. എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക്സിനേക്കാളും കൂടുതൽ സയൻസും സിംറ്റംസും വൈഡ് റേഞ്ചിൽ കൺട്രോൾ ചെയ്യും. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറയുന്നത് തീരെ കുറവായിരിക്കും, ചിലതിലൊന്നും തീരെ ഉണ്ടാവത്തുമില്ല. എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ എക്സാമ്പിളാണ് ക്ലോസാപ്പൈൻ, എസ്പെരിഡോൺ, പാലിപെരിഡോൺ, അമീസൾപ്രൈഡ് ഒക്കെ. ക്ലോസാപ്പൈൻ അഗ്രാനുലോസൈറ്റോസിസിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യണം ഈ ഒരു ഇത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. കാരണം ഏർലി ഡിറ്റക്ട് ചെയ്താൽ ഇത് റിവേഴ്സിബിൾ ആണ്. ആൻറ്റിസൈക്കോട്ടിക്സ് കൂടാതെ തന്നെ ആൻറ്റി ഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ബെൻസോഡയസിപ്പെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, നമ്മുടെ ഷോക്ക് അടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാറ്ററ്റോണിക് സ്റ്റൂപ്പ്, അൺകൺട്രോൾഡ് കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻറ്റ്, സൈഡ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ്, പിന്നെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സിനൊന്നും പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് 8 to 12 ECT വരെ കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത കാറ്റഗറിയാണ് സൈക്കോളജിക്കൽ തെറാപ്പി. ഇതിൽ വരുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, കോഗ്നിറ്റീവ് തെറാപ്പി ആൻഡ് ഫാമിലി തെറാപ്പി. അടുത്തത് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ഇതിൽ നമ്മളൊരു വർക്ക് ഹാബിറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും, ന്യൂ വൊക്കേഷൻ അല്ലെങ്കിൽ പണ്ട് പഠിച്ചിട്ടുള്ള പണ്ടത്തെ ഒരു സ്കില്ലിന് ഒരു ട്രെയിനിങ് കൊടുക്കും. ഇനി നോക്കാൻ പോകുന്നത് നഴ്സിംഗ് മാനേജ്മെൻറ്റ്. അതിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തത് ഡിസ്റ്റർബ്ഡ് തോട്ട് പ്രോസസ് റിലേറ്റഡ് ടു ഇനബിലിറ്റി ടു ട്രസ്റ്റ്, പാനിക്, ആൻസൈറ്റി, പോസിബിൾ ഹെറിഡിറ്ററി ഓർ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് എവിഡൻസ്ഡ് ബൈ ഡെല്യൂഷണൽ തിങ്കിങ്, എക്സ്ട്രീം സസ്പീഷ്യസ്നെസ് ഓഫ് അതേഴ്സ്. ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് വരുന്നത് എന്താണ് ഈ ഡെല്യൂഷൻ്റെ കണ്ടന്റ് എന്ന് കണ്ടുപിടിക്കുക, പിന്നെ എന്താണ് ഇതിനെപ്പറ്റി അർത്ഥമാക്കുന്നത് ക്ലാരിഫൈ ചെയ്യുക, ആരാണ് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അടുത്തത് അസസ് ദി ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി ഡെല്യൂഷൻ. പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കാം ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം, ജെൻറ്റിൽ ഐ കോൺടാക്റ്റ് കീപ്പ് ചെയ്യണം. ഡിസ്ട്രാക്ട് ദി പേഷ്യൻറ്റ് ഫ്രം ഡെല്യൂഷൻ ആണ്. അപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഫിസിക്കൽ സ്കിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുക്കുക. പേഷ്യൻ്റ് ഇപ്പോഴും ഹൈലി സസ്പീഷ്യസ് ആണെങ്കിൽ സെയിം സ്റ്റാഫിനെ യൂസ് ചെയ്യുക, പിന്നെ ഹോണസ്റ്റ് ആയിട്ട് പെരുമാറുക, പ്രോമിസസ് കീപ്പ് ചെയ്യുക, പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക, ടച്ച് ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ലാഫിങ്, വിസ്പറിങ്, ടാക്കിംഗ് ക്വയറ്റ്ലി വേർ പേഷ്യൻ്റ് ക്യാൻ സീ യു, അതായത് പേഷ്യൻ്റ് കാണുന്നിടത്ത് നിന്നിട്ട് മറ്റൊരാളുടെ രഹസ്യമായിട്ട് സംസാരിക്കാതിരിക്കുക, അവോയ്ഡ് കോമ്പിറ്റൻ്റ് ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക, യൂസ് അസേർട്ടീവ്, മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് ഫ്രണ്ട്ലി അപ്രോച്ച് കീപ്പ് ചെയ്യുക, പേഷ്യൻസിന് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. ഇംപയർഡ് ഹെൽത്ത് മെയിൻ്റനൻസ് റിലേറ്റഡ് ടു ഇനബിലിറ്റി ടു ട്രസ്റ്റ്, എക്സ്ട്രീം സസ്പീഷ്യസ്നെസ് എവിഡൻസ്ഡ് ബൈ പുവർ ഡയറ്റ് ഇൻടേക്ക്, ഇനാഡിക്വേറ്റ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്, ഡിഫിക്കൽട്ടി ഇൻ falling asleep. Any interventions assess for malnutrition and dehydration, monitor food and fluid intake. ഫുഡ് കൊടുക്കുമ്പോൾ ക്രിയേറ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യുക, പാക്ഡ് ഫുഡ്സ്, ഫ്രൂട്ട്സ്, എഗ്സ് ഒക്കെ കൊടുക്കുക. അതിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അതൊക്കെ കിടക്കുമ്പോഴോ ഓർക്കൊന്നും വരില്ല, ഭയങ്കര പേടിയോ ടെൻഷനോ ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റിമുലസ് ലെസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക, ഡിം ലൈറ്റ്, കംഫർട്ടബിൾ ബെഡ്, ലെസ് നോയ്സ് ഉള്ളതൊക്കെ. പിന്നെ അഡ്മിനിസ്റ്റർ സെഡേറ്റീവ് ഇഫ് നീഡഡ്. ഇനിയിപ്പോഴും സസ്പീഷ്യൻസ് കാരണം മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള മരുന്ന് പേഷ്യന്റിന് കൊടുത്തിട്ട് പേഷ്യന്റിനെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിച്ച് കഴിപ്പിക്കുക. പേഷ്യന്റിന്റെ എലിമിനേഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കേഷൻ കൊടുക്കുക. Self-care deficit related to withdrawal, aggression, panic, anxiety, cognitive impairment, inability to trust, evidenced by difficulty in carrying out tasks associated with hygiene, dressing, grooming, eating, sleeping and toileting. അതിൻ്റെ ഇൻ്റർവെൻഷൻ ആദ്യം തന്നെ പേഷ്യൻ്റെ എബിലിറ്റി അസസ് ചെയ്യുക, സെൽഫ് കെയർ നീഡ്സ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ സെൽഫ് കെയർ നീഡ്സ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻസ് കൊടുക്കും. പേഷ്യൻ്റെ റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ കൊടുക്കുക എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. പേഷ്യന് സ്വയം ചെയ്യാൻ പറ്റാവുന്നത്ര ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ സ്വയം ചെയ്യാൻ അനുവദിക്കുക. സെറ്റിങ്ങിന് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, ക്ലോത്ത്സ് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഫോർ വയലൻസ്, സെൽഫ് ഡയറക്റ്റഡ് ഓർ അറ്റ് അതേഴ്സ് റിലേറ്റഡ് ടു കമന്റ് ഹാലോസിനേഷൻസ് എവിഡൻസ്ഡ് ബൈ ഫിസിക്കൽ വയലൻസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദി എൻവയോൺമെന്റ് ഓർ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. മെയിൻറ്റെയിൻ ലോ ലെവൽ ഓഫ് സ്റ്റിമുലേഷൻ, അതായത് സ്റ്റിമുലേഷൻ കുറച്ച് വെക്കുക, ലോ ലൈറ്റിങ്, ലോ നോയ്സ്, ഫ്യൂ പീപ്പിളൊക്കെ. ഒബ്സർവ് പേഷ്യൻസ് ബിഹേവിയർ ഫ്രീക്വൻലി, പേഷ്യൻ്റെ ബിഹേവിയർ ഫ്രീക്വൻലി ഒബ്സർവ് ചെയ്യുക. പിന്നെ റിമൂവ് ഓൾ ഡേഞ്ചറസ് ഒബ്ജക്ട് ഫ്രം ദി പേഷ്യൻ്റ് എൻവയോൺമെൻറ്റിൽ നിന്ന് എല്ലാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒബ്ജക്ട്സും മാറ്റുക. പ്രൊവൈഡ് എ സ്ട്രക്ചർഡ് എൻവയോൺമെൻറ്റ് വിത്ത് ഷെഡ്യൂൾഡ് റൂട്ടീൻ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. പേഷ്യൻറ്റിനോട് കാമായിട്ട് സംസാരിക്കുക.
ഇതിൽ വയലൻസോ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ അനാവശ്യമായിട്ട് ഫിസിക്കൽ റെസ്ട്രിയൻസ് യൂസ് ചെയ്യാതിരിക്കുക. പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻക്ലൈസേഴ്സ് യൂസ് ചെയ്യാം. മെക്കാനിക്കൽ റെസ്ട്രിയൻസ് യൂസ് ചെയ്യുമ്പോൾ കോഷ്യസ് ആയിരിക്കുക, സേഫ് ആയിട്ട് യൂസ് ചെയ്യണം. അജിറ്റേഷൻ സബ്സൈഡ് ചെയ്താൽ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുക. ഇനി വയലന്റ് ബിഹേവിയേഴ്സും മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് വഴിതിരിച്ചു വിടുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക്. മറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. റിസ്ക് ഫോർ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഓർ ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറി റിലേറ്റഡ് ടു കമാൻഡ് ഹാലോസിനേഷൻ എവിഡൻസ്ഡ് ബൈ സൂയിസൈഡൽ ഐഡിയാസ്, പ്ലാൻസ്, അറ്റംപ്റ്റ്സ്. ഡിസ്റ്റർബ്ഡ് സെൻസർ പെർസെപ്ഷൻ റിലേറ്റഡ് ടു പാനിക്, ആൻസൈറ്റി, പോസിബിൾ ഹെറിഡിറ്ററി ഓർ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് എവിഡൻസ്ഡ് ബൈ ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്, ഡിസോർഡേർഡ് തോട്ട്സ്, സീക്വൻസസ്, പുവർ കോൺസെൻട്രേഷൻ, ഡിസോറിയന്റേഷൻ, വിഡ്രോൺ ബിഹേവിയർ. സോ ഇതൊക്കെയാണ് ഷിസോഫ്രീനിയ. അടുത്ത വീഡിയോയിൽ ആ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.